والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والآخرة خير وأبقى. വേദിയിലുള്ള സമാധാനമായ അധ്യക്ഷൻ, ബഹുമാനായ പണ്ഡിതൻ അബൂബക്കർ സലഫി, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി, മറ്റ് ജനപ്രതിനിധികളെ, സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ മഹാത്ഭുതം ഖുർആൻ എന്ന മഹാത്ഭുതത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ഒരു എക്സിബിഷൻ ഇവിടെ നടന്നു വരികയാണ്. ഇതിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ മഗ്‌രിബിന് മുമ്പ് എത്തിച്ചേരേണ്ടതാണ്. പല അനിവാര്യമായ കാരണങ്ങളാൽ സമയം വൈകിപ്പോയി. ഏതായിരുന്നാലും ഈ എക്സിബിഷൻ ഒന്ന് കാണുക. ഇന്ന് വളരെ ശ്രദ്ധേയമായി ഇവിടെ കോട്ടക്കലിൽ മാത്രമല്ല, നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം, വളരെ വിദൂര പ്രദേശങ്ങളിലൊക്കെ ഈ എക്സിബിഷനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമായി പൊതുജനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുക എന്ന നിലക്കാണ് ഞാൻ എത്തിയത്. ഈ വേദിയിലുള്ള ഒരു ആശ്വാസം, നമ്മുടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി എന്റെ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ ആശ്വാസത്തിന്റെ തണലിൽ വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ചില വാക്കുകളുടെ അർത്ഥം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാവും. നേരത്തെ അറിയാവുന്ന വാക്കുകളാണെങ്കിലും അർത്ഥങ്ങളാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ആ വാക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു വാചകമാണ് അമൂല്യം എന്ന വാചകം. അമൂല്യം എന്ന വാക്ക് ഏറ്റവും വിലപ്പെട്ടത്, പകരം വെക്കാനില്ലാത്തത്, മൂല്യമുള്ളത് എന്നൊക്കെ മുകളിൽ അർത്ഥം പറയാം. എന്നാൽ ജലം അമൂല്യമാണ്, വെള്ളം അമൂല്യമാണ് എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം അല്പം കൂടി നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വിശാലമാവുകയാണ്. കാരണം നമ്മുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ്. അടുത്ത ഒരു നൂറ്റാണ്ടിന്റെ യുദ്ധം വെള്ളത്തിന് വേണ്ടിയാണെന്ന് പറയാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു കാലങ്ങൾ കുറയാണ്. എന്നാൽ ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ആ വെള്ളത്തിന് വല്ലാത്ത പ്രയാസം ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊള്ളുന്നു. ഈ അടുത്തൊരു ബന്ധു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ സംസാരിക്കുന്നതിനിടക്ക് തമാശയായി പറഞ്ഞതാണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അദ്ദേഹം കണ്ണൊന്ന് തുടച്ചു. അദ്ദേഹം പറഞ്ഞത്, സാധാരണ വിരുന്നുകാർ വരുമ്പോ മിഠായി, ബേക്കറി സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ആളുകൾ വരാറുള്ളത്. അങ്ങനെ വരുന്നവരോട് നിങ്ങൾ ഈ മിഠായിയും ബേക്കറിയൊന്നും കൊണ്ടുവരണ്ട, നിങ്ങൾ ആ കാറിൽ 2-3 ക്യാന് വെള്ളം കൊണ്ടെന്ന വലിയ ഉപകാരമായിരുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. ഇത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരികയാണ്. കാരണം വെള്ളം സ്വന്തം കിണറിലില്ല, അയൽപ്പക്കത്തില്ല, ഒരു 1-2 കിലോമീറ്ററിനുള്ളിൽ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഭൂമിക്ക് മുകളിൽ 3/4 ഭാഗവും വെള്ളമാണ്. അല്ല, 97.5% ആ വെള്ളത്തിൽ ഉപ്പുജലമാണ്. ആകെ 2.5% ശുദ്ധജലമുള്ളത്. ആ ശുദ്ധജലത്തിൽ തന്നെ വലിയൊരു അളവ് ഭക്ഷ്യധാന്യത്തിന് വേണ്ടി, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 1 മുതൽ 3 വരെ ടൺ വെള്ളം ഒരു
കിലോഗ്രാം ധാന്യമുണ്ടാക്കാൻ ആവശ്യമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. വളരെ കുറച്ച് വെള്ളം പിന്നെ അതിന് മാറ്റി നിർത്തിയാൽ നമുക്ക് ഉപയോഗിക്കാനും ആ വെള്ളമാണ് ഇപ്പോൾ വറ്റിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങൾ, ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് അതിന് കേവല ഭൗതികമായ ചില കാരണങ്ങൾ മാത്രം അന്വേഷിച്ചാൽ പോരെ, നമ്മൾ അതിനപ്പുറത്തേക്ക് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹുവിന്റെ ചോദ്യം, അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി, ആ കാർമേഘക്കൂറുകളിൽ നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത് നാമാണോ അതോ നിങ്ങളാണോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം വളരെ പ്രസിദ്ധമാണ്. നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഈ കോട്ടക്കലിനടുത്തുള്ള തിരൂരിൽ നിന്നാണ് ഒരു കാലഘട്ടത്തിൽ കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ പുറപ്പെട്ടത്. അതിടക്ക് വെച്ച് തുറന്നു നോക്കി, പോത്തന്നൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തുറന്നു നോക്കിയപ്പോൾ അതിൽ ജീവോത്സവങ്ങളായി മാറിയ ഒട്ടനേകം ശവശരീരങ്ങൾ. അത് വാഗൺ ട്രാജഡി ദുരന്തം. അതിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ആ ആളുകൾ മരിച്ചു കിടക്കുന്ന രംഗം പരസ്പരം കടിച്ച് മാന്തി അവർ അവരുടെ സ്വന്തം ശരീരം തന്നെ കടിച്ചു പൊളിച്ചിട്ടുണ്ട്. തൊണ്ട വരളുമ്പോൾ, തൊണ്ട വറ്റിപ്പോകുമ്പോൾ, ശ്വാസം മുട്ടുമ്പോൾ മനുഷ്യൻ സ്വന്തം രക്തക്കുഴലിൽ കടിച്ചു പൊട്ടിച്ച് രക്തം കുടിച്ചിട്ടുണ്ട് എന്നാണ്. അതെ, മൂത്രം എന്ന് പറയുമ്പോൾ നജിസാണ്, ക്ലോസറ്റിലെ വെള്ളം നജിസാണ്. പക്ഷെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ വന്നാൽ മൂത്രം കുടിച്ച സംഭവം നമ്മൾ വായിച്ചിട്ടില്ലേ? അതെ, ഈ വെള്ളം പടച്ചതമ്പുരാൻ വിചാരിച്ചാലല്ലാതെ കിട്ടൂല. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യന്മാരെ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അത് നാമാണോ അതോ നിങ്ങളാണോ അത് കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ വല്ലാത്ത ചോദ്യമാണ്. ഈ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ വേനൽ, ഈ വരൾച്ച മുറ്റിയ വേനലിന്റെ വറുതിയിലേക്ക് വാതിൽ തുറന്ന ഈ സാഹചര്യത്തിലെങ്കിലും നമ്മളൊന്ന് കണ്ടു തുറക്കേണ്ടതുണ്ട്. ആ മഴ, ആ വെള്ളം, അത് മുടങ്ങാൻ അനവധി കാരണങ്ങൾ പറഞ്ഞതിൽ പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ സുപ്രധാനമായി കാണുന്ന ഒരു കാരണം, സാമ്പത്തിക രംഗത്ത് അരാജകത്വം ഒരു സമൂഹത്തിൽ വന്നാൽ അവിടെ അള്ളാഹുവിന്റെ ബർക്കത്താകുന്ന മഴ അവർക്ക് തടസ്സപ്പെടുമെന്നാണ്. അതായത് സാമ്പത്തിക രംഗത്ത് അഥവാ കൃത്രിമത്വങ്ങൾ ഏറി വന്നു കഴിഞ്ഞാൽ അളക്കത്തിലും തൂക്കത്തിലും കൃത്രിമത്വങ്ങൾ വരികയും അതുപോലെ തന്നെ നിർബന്ധമായും അന്യന്റെ അവകാശമായ സക്കാത്തിന്റെ വിഹിതം നിസാബ് പരിഗണിച്ചുകൊണ്ട് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കാതിരിക്കുകയും അത് തടയപ്പെടുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ മഴ, അള്ളാഹുവിന്റെ ആ നിഅമത്ത് ബർക്കത്ത് തടയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലും സഹിഹായ ഹദീസുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, ഇപ്പോൾ ഈ ഒരു അവസ്ഥക്ക് നാം ഓരോരുത്തരും കാരണക്കാരാണോ? ഞാൻ കാരണക്കാരനാണോ? അല്ല എന്നാണ് നമുക്ക് വേഗം തോന്നുക. പലപ്പോഴും നമ്മുടെ കുറ്റം കാണാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. സഹോദരങ്ങളെ, അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ഇതിന് കാരണക്കാരാണ്. എങ്ങനെ? ഈ സാമ്പത്തിക രംഗത്തുള്ള അരാജകത്വം, കൃത്രിമത്വം, അതുപോലെയുള്ള സംഗതികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് ജനങ്ങൾ പിറകോട്ട് പോകുമ്പോൾ പരീക്ഷണമായിട്ടും അല്ലാതെയുമൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ കടന്നുവരുമെന്നാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിലെങ്കിലും ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുവാൻ നമ്മെ കൂടുതൽ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ പവനയിൽ നടക്കുന്ന ഈ എക്സിബിഷൻ, ഈ ഖുർആൻ എക്സിബിഷൻ. എന്താണ് ഈ എക്സിബിഷന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം? ഇവിടെ പരിഹാരം നിർദ്ദേശിക്കുന്നു എന്നതാണ്. പത്രങ്ങളും മാസികകളും ആനുകാലികങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. റിപ്പോർട്ടുകളെല്ലാം പ്രശ്നങ്ങളാണുള്ളത്. എഡിറ്റോറിയലുകളിലും മുഖപ്പേജുകളിലും ലേഖനങ്ങളിലുമെല്ലാം ആളുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളുടെ പട്ടികകളാണ്. ഭരണപക്ഷം പ്രതിപക്ഷത്തെയും, പ്രതിപക്ഷം ഭരണപക്ഷത്തെയും
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നം സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അതെന്താവട്ടെ, മദ്യമാകട്ടെ, അതല്ലെങ്കിൽ വ്യഭിചാരമാവട്ടെ, പലിശയാകട്ടെ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളാകട്ടെ, മോഷണമാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള ഏത് രീതിയിലുള്ള സാമൂഹ്യ ജീർണതകളാവട്ടെ, ഇതൊക്കെ സമൂഹത്തിൽ പെരുകി വരുന്നതിന് കാരണം മറ്റുള്ളവരാണ്, മറ്റു സംവിധാനങ്ങളാണ് എന്ന് പറഞ്ഞ് കൊളച്ചണ്ടി നീക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കുകയാണ്. ചില പത്രങ്ങളും മീഡിയകളും മാധ്യമങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് പ്രശ്നത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ അവർ തന്നെ എടുത്തുയർത്തിക്കൊണ്ടുവരികയും മറുഭാഗത്ത് ആ പ്രശ്നങ്ങളുടെ പട്ടിക നിരത്തി ലേഖനങ്ങളാക്കി വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മകമായ നിലപാടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും, ഇന്ന് മദ്യം എല്ലാ ചിന്തകളുടെ പിന്നിലുമുണ്ട്. അതേപോലെ തന്നെ ഇന്ന് മൊബൈൽ ഫോൺ, സൈബർ കുറ്റകൃത്യങ്ങൾ, അതിന്റെ പ്രധാന കാരണമായി ഈ മൊബൈലിലെ അതുപോലെ തന്നെ മെസ്സേജുകളും ഫ്രീ മെസ്സേജുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് തുടങ്ങിയ ബന്ധങ്ങളാണ് പലപ്പോഴും ആത്മഹത്യകളിൽ കലാശിച്ചിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളും പരിക്കുകളും കുടുംബങ്ങളിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അത്തരം ഓഫറുകളൊക്കെ യഥേഷ്ടം ഒരു സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒരു ഭാഗത്ത് അവർ വശീകരിച്ചുകൊണ്ടിരിക്കും. ഈ സംഗീതത്തിനും മ്യൂസിക്കിനും അതുപോലെയുള്ള നൃത്യങ്ങൾക്കും ഗാനമേളകൾക്കും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ വമ്പൻ പബ്ലിസിറ്റിയും മെഗാ ഓഫറുകളും നൽകിക്കൊണ്ട് ഒരു ഭാഗത്ത് ഈ മാധ്യമങ്ങൾ ഇവർക്ക് വെള്ളം നൽകുകയും എന്നിട്ട് ഇതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ലേഖനങ്ങളാക്കി പരമ്പരകളാക്കി മറ്റൊരു പെട്ടിക്കോളത്തിൽ അത് അവതരിപ്പിക്കുകയും എന്നിട്ട് അതും വിറ്റ് കാശാക്കുക. ഒരു ഭാഗത്ത് ഇത് വിറ്റുകൊണ്ട് കാശാക്കി ആ അതുകൊണ്ട് സമൂഹം നശിക്കുമ്പോൾ അത് മറ്റൊരു ഭാഗത്ത് അതിന്റെ റിപ്പോർട്ടും കരച്ചിലും ഫീച്ചറുകളുമായി അതും വിറ്റ് കാശാക്കുക. പരിഹാരമെവിടെ? ഈ സമൂഹത്തിന് മോചനമെവിടെ? മോക്ഷമെവിടെ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ എക്സിബിഷന്, ഈ ഇസ്ലാമിക് എക്സിബിഷൻ വ്യതിരിക്തമായി നിൽക്കുന്നത്. ഈ പ്രവർത്തകർ വ്യത്യസ്തമായി നിൽക്കുന്നത്. പരിഹാരം നിർദ്ദേശിക്കുന്നു. അത് വ്യഭിചാരിയെ നന്നാക്കാൻ, പലിശക്കാരനെ നന്നാക്കാൻ, തീവ്രവാദിയെ നന്നാക്കാൻ, ഭീകരവാദിയെ തിരിച്ചുകൊണ്ടുവരാൻ, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് മടക്കി വിളിക്കാൻ, ആൾദൈവങ്ങളുടെ പിന്നാലെ സമാധാനം അന്വേഷിച്ചു പോകുന്നവരെ തിരിച്ചുകൊണ്ടുവരാൻ ഇതാ ഒരു പരിഹാരം ഇവിടെ നിർദ്ദേശിക്കുന്നു. അതെ, മനുഷ്യൻ നന്നാകാൻ ഒരൊറ്റ മാർഗ്ഗവും. അതെന്താ? മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ മാർഗദർശനത്തിലേക്ക് മനുഷ്യർ തിരിച്ചു വരിക എന്ന ഒരൊറ്റ മൂലിയല്ലാതെ വേറെ ഒരു പരിഹാരമില്ല. ഇവിടെ പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പില് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു വാഹനം കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എണ്ണ അടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എണ്ണ അടിക്കുന്ന ആൾ ചോദിച്ചു, ഏത് എണ്ണയാ വേണ്ടത്? ഏത് എണ്ണയാ വേണ്ടത്? ഡീസലാണ് വേണ്ടത്. പക്ഷേ അയാൾ പറഞ്ഞു, അല്ല, അതിലേക്ക് ഡീസൽ ഒഴിക്കാൻ പാടില്ല, ഇത് പെട്രോളാണ്. ഇതിൽ പെട്രോളേ ഒഴിക്കാൻ പാടുള്ളൂ. ഇതിന്റെ കമ്പനി അങ്ങനെ പറയുന്നത്. പക്ഷേ മോലാലി പറയാണെന്ത്? ഇത് ഞാൻ വാങ്ങിയ വാഹനമാണ്, നിന്റെ വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ പറയണ എണ്ണ അടിച്ചാൽ മതി. എന്തുണ്ടാവും? എന്ത് സംഭവിക്കും? എണ്ണ അടിച്ചിട്ടുണ്ടാവും, പക്ഷെ വണ്ടി അവിടുന്ന് ഇറങ്ങുമ്പോഴേക്ക് അതിന്റെ പണി കഴിയും. അല്ലേ? എന്താ കാര്യം? വളരെ ലളിതമാണ് വിഷയം, വളരെ ലളിതം. അതായത് ആ വാഹനം ഉണ്ടാക്കിയ കമ്പനിക്കാർ ആ വാഹനത്തിന്റെ എഞ്ചിനും അതിന്റെ സാധന സാമഗ്രികളും സെറ്റ് ചെയ്തിരിക്കുന്നത്, തയ്യാർ ചെയ്തിരിക്കുന്നത് അതിൽ പെട്രോൾ ഒഴിച്ച് ഓടുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അത് മറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വാഹനം എന്റേതാണെന്ന് കരുതി ഞാൻ വിചാരിക്കുന്നത് പോലെ അത് ഉപയോഗിച്ചാൽ അതിന് ലൈഫ് ഉണ്ടാവുകയില്ല. ആ വാഹനം അതിന്റെ കമ്പനി എങ്ങനെയാണോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്, തയ്യാർ ചെയ്തിരിക്കുന്നത്, അതിന്റെ കാറ്റലോഗിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ പറഞ്ഞിരിക്കുന്നത്, അത് ഏത് ഓയിൽ ഒഴിക്കണം, ഏത് ഇന്ധനം ഒഴിക്കണം, അത് എത്ര അളവിൽ ഒഴിക്കണം, എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്, അതുപോലെ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇത് ലളിതമായ ഒരു കാര്യമാണ്. ഇതുപോലെ മനുഷ്യനെ ഈ ലോകത്ത് ആരും നിർമ്മിച്ചതല്ല, ഒരു ഫാക്ടറിയിൽ നമ്മൾ നിർമ്മിക്കപ്പെട്ടതല്ല, മറിച്ച് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ ശ്രദ്ധാവ് പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് മനുഷ്യൻ നന്നാകണമെങ്കിൽ എന്താ മാർഗം? അത് പടച്ച തമ്പുരാൻ ആ മനുഷ്യന്മാര് നന്നാകാനുള്ള വേദഗ്രന്ഥങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. അതിൽ അവസാന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവർക്ക് നന്നാകാൻ പറ്റും. അതല്ലാതെ ഞാൻ ആ പറഞ്ഞ മാതിരിയൊന്നും ജീവിക്കൂല, എനിക്കിഷ്ടമുള്ള മാതിരിയേ ആവാൻ പോവുള്ളൂ എന്ന് ധിക്കാരം പറഞ്ഞാൽ അത് അധികകാലം മുന്നോട്ട് പോകൂല. നേരത്തെ വണ്ടിന്റെ കാര്യം പറഞ്ഞ മാതിരിയാ, ഇതിന്റെതല്ലേ, ഞാനല്ലേ. ഈ നമ്മൾ അങ്ങനെ പറയാൻ നമ്മളാരല്ല, നമ്മുടെ നിയന്ത്രണം നമ്മുടെ അടുക്കലില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇതാ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന പല ആളുകളുടെയും താടി, പല ആളുകളുടെയും മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. പല ആളുകൾക്ക് നര തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായി നരച്ചവരുണ്ട്. അതുപോലെ തന്നെ തൊലി ചുറ്റിച്ചുഴിഞ്ഞവരുണ്ട്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണോ? നമ്മുടെ സമ്മതം വാങ്ങിയിട്ടാണോ? നമ്മുടെ സമ്മതമില്ലാതെയാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് ചോദിക്കാതെയാണ് നമ്മുടെ തലമുടി നരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെയാണ് നമ്മുടെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ, നമ്മളോട് സമ്മതം ചോദിക്കാതെ ഒരു സമയത്ത് അള്ളാഹു നമ്മളെ തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ എന്തിനാ സഹോദരങ്ങളെ കുറച്ചു കാലം ഇവിടെ ജീവിച്ചത്? എന്തിനാ ഒരു ജീവിതം? എന്തിനാ ഒരു മരണം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതത്തെയും മരണത്തെയും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അതിന് കുറച്ചു കാലം പടച്ചവൻ ആയുസ് തന്നു. ആ ആയുസ്സിനിടക്ക് ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആര് ആ സത്യം ഉൾക്കൊള്ളുന്നുവോ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലേക്ക് അഥവാ ഖുർആനിലേക്ക് മടങ്ങുന്നുവോ, അവന് നാളെ സുരക്ഷിതമായൊരു ജീവിതമുണ്ട്. ആ ജീവിതം പരിചയപ്പെടുത്തലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഇവിടെയുള്ള തീവ്രവാദത്തിനും ബഹുദൈവവാദത്തിനും ശിർക്കൻ വിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ പലിശക്കും വ്യഭിചാരങ്ങൾക്കും സാമൂഹ്യ ജീർണതകൾക്കും സ്വജനപക്ഷപാതിത്വങ്ങൾക്കും കൈക്കൂലിക്കും അങ്ങില്ല എന്ന് പറയുന്നത് ഈ ഒരു ജീവിത വീക്ഷണം മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ആളുകൾക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക. അതാണ് മനസ്സിലായാണ്ടല്ലോ എല്ലാ രംഗത്തും ഒരു തുറവി കിട്ടും. പിന്നെ അയാൾ തെറ്റ് ചെയ്യൂല. അയാൾ പലിശ വാങ്ങാൻ വേണ്ടി അതിന്റെ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുമ്പോ ഈ ദീൻ ഉൾക്കൊണ്ട ആളാണെങ്കിൽ അയാൾക്ക് ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരും. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ചുവന്ന തടാകത്തിലൂടെ നീന്തി തുടിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. ആരാണ് അയാളെന്ന് ചോദിച്ചു. അയാൾ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു. അതേ, തിളച്ച ചുവന്ന വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുക. അതുപോലെ തന്നെ പച്ചക്കളവ് മനുഷ്യന്മാരോടൊന്ന് പറയുമ്പോഴേ തൊട്ടു മുമ്പിൽ നിൽക്കണ മനുഷ്യൻ, തൊട്ടു മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ അദൃശ്യജീവിയായ ജിന്നേന്ന് മൂത്തൂക്കി വിളിക്കുക. നേരം വെളുത്തൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരിക്കലും ഈ വിശ്വാസമുള്ളവർ പറയാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? ഈ രണ്ട് കോറാച്ചി ഇങ്ങനെ കമ്പി കൊണ്ട് വലിച്ചിട്ട് കീറുന്ന ചെവി വരെ ഇങ്ങനെ കീറി പൊളിക്കും. എന്താ അവർക്ക് കുറ്റം? അള്ളാന്റെ റസൂലിന് കാണിച്ചു കൊടുത്ത ശിക്ഷയാണിത്. ആ ശിക്ഷയെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ? നേരം വെളുക്കും, പുറത്തിറങ്ങും, കളവ് അങ്ങനെ പറയും. ആ കളവ് ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് എല്ലാ ധ്രുവപ്രദേശവും ലോകം മുഴുവൻ എത്തുന്നു. ഇപ്പോൾ വളരെ സത്യമായിട്ടുണ്ടല്ലേ? നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരു മെസ്സേജാണ് പോയി കഴിഞ്ഞാൽ ലോകം മുഴുവൻ എത്തി. പിന്നെ പോയി വിട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ചോക്കാണ്. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. നമ്മുടെ അറിയപ്പെടുന്ന ഒരാളുടെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഞാനപ്പോ ഒരു 19 ആരോഗ്യത്തിൽ അറിയിച്ച് ഞാൻ അവിടെ നിന്നിട്ട് ഇറങ്ങി താഴേക്ക് വന്ന് ഭക്ഷണം കഴിക്കുമ്പോ അതേ നമ്പറിൽ നിന്ന് അടുത്ത മെസ്സേജ്, സോറി എന്റെ അടുത്തൊരു തെറ്റ് പറ്റിയതാണ്, നേരത്തെ അയച്ച മെസ്സേജ് ശരിയല്ല. എന്താ ചെയ്യാ? മരിച്ച വിവരം ശരിയല്ല. അതായത് ഒരു വിവരം മൊബൈലിൽ നിന്നാണ് പോകുമ്പോ നമ്മുടെ മെയിലിൽ നിന്നാണ് പായുമ്പോൾ നല്ലോണം ആലോചിച്ച് പോകും അതിന്റെ സത്യാവസ്ഥ. ദില്ലിൽ നിന്ന് കുലച്ച അമ്പും കയ്യിൽ നിന്ന് പോയ കല്ലും നാവിൽ നിന്ന് തെറിച്ചുപോയ വാക്കുകളും
ഒരിക്കലും തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ആലോചിക്കണം, എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കണം, 1000 വട്ടം ചിന്തിക്കണം. എന്നിട്ട് അത് പറയാനും എഴുതാനും പ്രചരിപ്പിക്കുവാനും പാടുള്ളൂ. അടിയുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഒരു കയ്യിൽ, നമ്മുടെ കയ്യിൽ അല്പം പഞ്ഞിയുണ്ട്. ആ പഞ്ഞി നമ്മൾ ഊതിപ്പാർപ്പിച്ചു വിട്ടു. ഊതിപ്പാറി അതങ്ങനെ ആകാശത്തിലൂടെ അങ്ങനെ പാറിപ്പാറിപ്പോയി. കുറെ പഞ്ഞിക്കഷ്ണങ്ങൾ മരക്കൊമ്പുകളിലെത്തി, റോട്ടിലെത്തി, പുഴയിലെത്തി, തോട്ടിലെത്തി, മലമുകളിലെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് നേരത്തെ നിങ്ങളെ കയ്യിൽ തന്നെ ആ പഞ്ഞിക്കെട്ടൊന്ന് തിരിച്ചു തരുമെന്ന് ചോദിച്ചാൽ പിന്നെ കൊടുക്കാൻ കഴിയോ? ഒരു പുരുഷായുസ് മുഴുവൻ വിചാരിച്ചത് കൊടുക്കാൻ കഴിയോ? ഇല്ല. അത് നമ്മുടെ നാടിൽ നിന്നൊരു കളവായ ഒരു കാര്യം ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നാവ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണമെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാർക്കേ ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ? നേരത്തെ പറഞ്ഞ ശിക്ഷ. അയാൾക്കെന്താ? നേരം എടുക്കുമ്പോൾ അയാൾ ഇറങ്ങും, നോണ അങ്ങനെ പറയും. ആ കളവ് പറയുന്ന ആ ആളുകൾക്ക് നാളെ അങ്ങനെ 2 ഈ ചുണ്ടുകളും കൊളുത്തിട്ട് വലിച്ച് ഈ ചെവി വരെ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കും, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഈ ബോധമുള്ളവൻ എങ്ങനെ കളവ് പറയോ? കളവ് പറയൂ? പറയില്ല, ഒരിക്കലും പറയില്ല. ഉടുതുണിയില്ലാതെ ഇതാ ഒരു തീച്ചുളയിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും. ആരാണത്? അത് വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ്. അതെ, ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയ പഠിച്ചു വെച്ച ഒരാൾക്ക് അന്യന്റെ ഭാര്യയെ നോക്കാൻ കഴിയോ? ഫോണിൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഏതെങ്കിലും അനാശാസ്ത്ര പ്രവർത്തനങ്ങൾ ഇടപെടാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല സഹോദരങ്ങളെ. അപ്പൊ ഒറ്റ പരിഹാരമുള്ളൂ, മരിച്ചു പോണം. ഞാൻ എന്ത് ചെയ്താൽ ഇതൊക്കെ കാണൽ പഠിച്ചുകൊണ്ട് എന്നൊരു ഓർമ്മ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ എഴുത്തുകൾ നമ്മൾ ശ്രദ്ധിക്കും, ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിക്കും. അന്യന്റെ മുതൽ നമ്മൾ എടുക്കൂല. കാരണം നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു കാലണം മുന്നോട്ട് വെക്കണമെങ്കിൽ എവിടുന്ന് കാശുണ്ടാക്കി എങ്ങനെ അത് ചെലവാക്കി എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. മനസ്സിലായോ? അതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടും അതിന്റെ വൗച്ചറും പടച്ചോണ്ടെടുത്ത് കൊടുക്കണം. ഇവിടെ ഏത് ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടാലും, ഏത് സഭയിൽ നിന്ന് രക്ഷപ്പെട്ടാലും അള്ളാന്റെ മുമ്പിൽ നിന്ന് കണക്ക് പറയേണ്ടി വരും എന്നൊരു ഓർമ്മ മനസ്സിലുണ്ടായാൽ പൊതുഫണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ കയ്യും കാലും മറക്കും. വീട്ടിലെ 10 കുട്ടികളുണ്ടെങ്കിൽ വാപ്പ മരിച്ചുപോയി, മൂത്ത കാരണവരുത്താണ് സ്വത്തും കാര്യങ്ങളൊക്കെ, മറ്റുള്ളവരൊന്നും അറിയിക്കാതെ സ്വന്തം സ്വത്തും കൈകാര്യം ചെയ്യണ പോലെ കൈകാര്യം ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. നല്ല പേടിണ്ടാവും. കാരണം എന്താ? എപ്പോഴും മരിച്ചാൽ നാളെ പരലോകത്ത് അള്ളാനിരുന്ന് ചോദിക്കും. ഇതിന് മറുപടി ഞാൻ പറയേണ്ടി വരും. ആരെ കണ്ണു വെട്ടിച്ചാലും കണ്ണു വെട്ടിക്കാൻ കഴിയാത്തൊരു ലോകം വരാണ്ട് എന്നൊരു ഓർമ്മ. അതാണ് കോട്ടക്കയിൽ നടക്കുന്ന എക്സിബിഷൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഇവിടെ ആശംസകൾ അർപ്പിച്ച ആളുകൾ പറഞ്ഞല്ലോ, ഇതിലൂടെ ഒരു പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങിയാല് ഒരാൾക്ക് ചിന്തിക്കാൻ അല്പം ബുദ്ധിയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ മാറ്റില്ലാതെ കൂടാണ്. മാറ്റേണ്ട സുഹൃത്തുക്കളെ. ചില ആൾക്കാരുടെ ഒരു വാചകം ഉണ്ടെന്ത് ദഅവത്ത്, എന്ത് പ്രബോധനം. ദഅവാരംഗത്ത് വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പല രീതിയിലും ചരിത്രത്തിൽ പല രീതിയിലുണ്ടായിട്ടുണ്ട്. അത് നേരിടുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതെന്താ? അതൊരു സന്ദർഭം വന്നപ്പോൾ ഒഴിവായി പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ന്യായം പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ലോകം മുഴുവൻ അറിയുന്നതാണ് ഇപ്പോൾ പ്രബോധന രംഗത്ത് ഒരുപാട് പ്രതിസന്ധികളുള്ളത്. ആ പ്രതിസന്ധികൾക്കിടയിലൊക്കെ നിങ്ങൾക്ക് കേൾക്കണോ? ഗുണകാംക്ഷയോടുകൂടി പരലോകബോധം മുന്നിൽ വെച്ചുകൊണ്ട് നിസ്വാർത്ഥമായി ദഅവത്ത് രംഗത്ത് ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ ദഅവത്ത് സമൂഹത്തിൽ എല്ലാ നിലക്കും സ്വാധീനം ചെലുത്തും, മുൻകാലങ്ങളെക്കാൾ സ്വാധീനം ചെലുത്തുന്നതിന്റെ തെളിവുകൾ ഈ ഇൻസൈറ്റ് എക്സിബിഷൻ തുടങ്ങിയത് മുതൽ കാണാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഇത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. പെരിന്തൽമണ്ണയിൽ തുടങ്ങി, അതിനുശേഷം ഇതാ ആലുവയിൽ അവസാനിച്ചു, കരിനാഗപ്പള്ളിയിൽ തുടങ്ങി. കരിനാഗപ്പള്ളിയിൽ ഞാൻ പോയപ്പോ കണ്ട ഒരു അത്ഭുതം, അവിടെ ചുറ്റും ഒരു മനയാണ്. ആ മനയുടെ ഒരു സ്ഥലമാണ്, ഒരു നടുത്തളമാണുള്ളത്. ആ നടുത്തളത്താണ് ആ പരിപാടി. ഗംഭീരമായ പന്തലും വളരെ വിശദമായ രീതിയിലുള്ള ഒരു എക്സിബിഷൻ. ആ എക്സിബിഷൻ കഴിഞ്ഞു. അത് സമാപിച്ചപ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ സ്വീകരിച്ച ഒരുപാട് ആളുകൾ അതിനുശേഷം അവിടെ നിന്ന് ഉണ്ടായി എന്നതാണ്. സഹോദരങ്ങളെ, എന്താ മനസ്സിലാക്കി തരുന്നത്? ശരിയായ ദഅവത്തിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും ആളുകൾ തയ്യാറാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ രംഗത്ത് നമ്മൾ 2 കാര്യം നിർവഹിക്കുക. ഒന്ന്, ഈ
ഹാളുകളിലൂടെ നമ്മൾ കയറിയിറങ്ങുമ്പോൾ നമ്മളോട് സംവദിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്ന ചില ഫ്ലക്സുകളുണ്ട്. ആ ഫ്ലക്സുകൾക്ക് മുമ്പിലെത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കുക, ഇല്ല, എന്റെ അടുത്തുള്ള ദോഷം ഇനി ഞാൻ ആവർത്തിക്കില്ല, എന്റെ അടുത്തുള്ള തിന്മ ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. അങ്ങനെ തീരുമാനിച്ച് പുറത്തിറങ്ങാൻ നമുക്ക് സാധിക്കണം. ഒന്നതാണ്. രണ്ടാമത്തെ എന്താ അറിയോ? ഇത് ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞാൽ പോരാ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് എന്റെ കൂടി ബാധ്യതയാണ്. അതുകൊണ്ട് ഞാനിതാ നാളെ മുതൽ ഇതെല്ലാവരോടും പറയാൻ തുടങ്ങും. ഇതിന്റെ പ്രവർത്തനത്തിൽ ഞാൻ പങ്കാളിയാകും. എന്നെക്കൊണ്ട് സമ്പത്താണ് കൊടുക്കാൻ കഴിയുക എങ്കിൽ ഞാനത് കൊടുക്കും, എന്നെക്കൊണ്ട് ശരീരത്തെ കൊണ്ട് അധ്വാനിക്കാനാണ് കഴിയുക എങ്കിൽ ഞാനത് ചെയ്യും എന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു വലിയ മാറ്റം ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ വെല്ലുവിളി സ്വാഭാവികമാണ്. ഒരു നൂറ്റാണ്ടുകാലമായി പ്രബോധനം ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നേരിടാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു നൂറ്റാണ്ടിനിടക്ക് കേട്ടുകേൾവിയില്ലാത്ത, ഇതുവരെയില്ലാത്ത ഒരു അനുഭവം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ നമ്മുടെ സഹോദരൻ സലാഹുദ്ദീൻ മൗലവി, ചോലി സലാഹുദ്ദീൻ മൗലവിക്ക് നേരെ ഒരു പെട്രോൾ ബോംബ് എറിയുകയും അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റുകൊണ്ട് അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്ത് സംഭവം? ആളുകൾ കൂടി നിൽക്കുന്ന, ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഇരുട്ടിന്റെ മറവിൽ നിന്ന് തീക്കൊളുത്ത് ബോംബെറിയുക എന്ന് പറഞ്ഞാൽ അതെറിയാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ചിന്ത എത്രത്തോളം കുറിച്ചാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന് വല്ലാതെ തൗഫീക്ക് കൊണ്ട് അവിടെ വലിയ അനിഷ്ട സംഭവങ്ങൾ അഥവാ ആളഭായം ഉണ്ടായില്ല എന്ന് മാത്രം. എന്നാൽ ഇത് മുജാഹിദുകൾ ഗൗരവമായി കാണുകയാണ്. ഇത് മുജാഹിദുകൾ ഗൗരവമായി തന്നെ വീക്ഷിക്കുകയാണ്. കാരണം ഈ സംഗതികൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ എല്ലാവിധ പ്രബോധനത്തിന് സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ശാന്തമായി, വളരെ ശാന്തമായി നന്മ മാത്രം സമൂഹത്തിന് കൊടുത്ത ഈ പ്രസ്ഥാനത്തിന് നേരെ, ഇതിന്റെ പ്രബോധകന്മാർക്ക് നേരെ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇത് തീർത്തും അപലപനീയമാണ്. ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരുമൊക്കെ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തോടുകൂടി കാണുകയും ഇങ്ങനെയുള്ള നന്മകളെ തച്ചുടക്കും അറച്ചു നിൽക്കുകയാണെങ്കിൽ, മടിച്ചു നിൽക്കുകയാണെങ്കിൽ, ഇല്ല, ഇത് നമ്മുടെ മക്കൾ ഭൂമിയിലാണ്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, മോശമായി കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രം ബാവുന്നില്ല എന്ന് വിചാരിക്കേണ്ട. നന്മയുടെ തിരിച്ചു നടത്തിയാൽ അത് നമുക്കെല്ലാവർക്കും ദോഷമാണ്, നമുക്ക് ദോഷമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ആപത്താണ്. അതുകൊണ്ട് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തുവാനുള്ള എല്ലാവിധത്തിലുള്ള സഹായ സൗകര്യങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ ഞാൻ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു. ആ വെള്ളം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പങ്കുവെക്കണം. അതോടൊപ്പം അത് പാഴാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ISM സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് ഫലം ദൈവാനുഗ്രഹം പങ്കുവെക്കുക, പാഴാക്കരുത് എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണം ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ് എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാനുള്ള പദ്ധതികളും പരിപാടികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറയുന്നത് മദ്രസ പാഠപുസ്തകങ്ങളിൽ മനഃപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള കേവലമായ ഒരു കാര്യമല്ല, മറിച്ച് ഇങ്ങനെ ഒരു അമാവി സ്ഥലങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ആ മഴയ്ക്ക് വേണ്ടിയുള്ളവർക്ക് കൊടുക്കണം. അത് പടച്ചോണ്ടതാണ് വെള്ളം, നമ്മുടെ സ്വകാര്യ സ്വത്തല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അത് എന്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പാടില്ല. അതോടൊപ്പം എടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? എന്താ വെള്ളം അള്ളാന്റെ അല്ലേ, അയാളതൊന്നും അല്ലല്ലോ, എന്താ അയാൾ അങ്ങനെ പിടിച്ചു വെക്കുന്നത്, നമുക്കൊക്കെ അവകാശപ്പെട്ടതല്ലേ എന്നൊരു അവകാശബോധത്തോടു കൂടി വന്ന് ഒന്നോ രണ്ടോ പോവുക. എന്തെങ്കിലും ഒരു വീട്ടുകാരൻ പറഞ്ഞാല് വെണ്ടങ്ങളൊന്നും നല്ല ഉപയോഗിക്കുന്നുണ്ടോ, അതെല്ലായിരിക്കണില്ലേ, എവിടെയെങ്കിലും ഒരു ജലാശയം ഉണ്ടെങ്കിൽ അതെല്ലാരും പാടെ കയ്യൂക്കുള്ള കാര്യക്കാരെന്നുള്ള രൂപത്തിൽ കൂടിക്കൊണ്ടുപോകുന്ന രീതി ഒരിക്കലും ശരിയല്ല. അവിടെ എന്ത് ചെയ്യണം? വിശ്വാസികൾക്ക് അവിടെയും മര്യാദ പാലിക്കാൻ
അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വെള്ളത്തെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഈ സമയത്തൊക്കെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാകുക. എല്ലാ അർത്ഥത്തിലും ഇത് പരീക്ഷണമാണ്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കുക. ആ ബോധവൽക്കരണത്തിൽ അതിന്റെ ലഘുലേഖ വിവരണങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളുടെ വിശാലമായ ടെറസുകളുണ്ട്, അതിന്റെ മുകളിലൊക്കെ ജലസംഭരണികളും അങ്ങനെയുള്ള സംഗതികളുമൊക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതികളും പരിപാടികളും ഉണ്ടാക്കി അങ്ങനെ ഓരോ സ്ഥാപനത്തിലും വെള്ളത്തിന്റെ പരിഹാര ശ്രമങ്ങൾ ഭൗതികമായ രൂപത്തിലും അതോടൊപ്പം തന്നെ മതപരമായി അള്ളാഹും അള്ളാന്റെ റസൂലും ഈ രംഗത്ത് പറഞ്ഞ നിർദ്ദേശങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് അത് പഠിച്ചുകൊണ്ട് ഈ രംഗത്ത് സമൂഹത്തിന് ബോധവൽക്കരണം നൽകി മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് തന്നെ സാധിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും നല്ല ഒരു പരിപാടി ഇവിടെ നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട് ഇത് കാണാതെ പോകുന്ന ഒരാൾ, നമ്മളുമായി ബന്ധമുള്ള ഒരാൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളുമായി ബന്ധമുള്ള, അത് പൊതുപ്രവർത്തകരാകട്ടെ, അതല്ലെങ്കിൽ കുടുംബങ്ങളാകട്ടെ, അമ്മായിയാകട്ടെ, മൂത്തമ്മയാകട്ടെ, എളാപ്പയാകട്ടെ, കെട്ടുബന്ധത്തിലുള്ള ആളുകളാവട്ടെ, എല്ലാവരും നിങ്ങൾ ഫോൺ ചെയ്യണം. ഞങ്ങളുടെ നാട്ടിലെ നല്ല എക്സിബിഷൻ നടക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് വരണം. ഞാൻ വീട്ടിൽ വരലുമായി അതോടൊപ്പം ഒന്ന് കാണലുമായി. ഇങ്ങനെ കാണട്ടെ. ഇത് കണ്ടു കഴിയുമ്പോൾ ആ വിരുന്ന് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാവും. അവർ നമുക്ക് നാളെ പരലോകത്ത് വലിയൊരു ഹൈറാണ്. നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ നമ്മളെ കുടുംബങ്ങളെ വിളിക്കാറുണ്ട്, നാട്ടുകാരെ ക്ഷണിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു നല്ല കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ അതുകൂടി അറിയിച്ചാൽ അതായിരിക്കും വലിയൊരു കാര്യം. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രഭാഷണം ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ആ പരലോകമാണ് ഏറ്റവും വലുത്. ഇന്നും ബാക്കിയാകുന്നതും ഏറ്റവും നല്ലതും പരലോകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ എന്തൊരു സുഖ. ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, ആരോടും പ്രയാസങ്ങളില്ലാതെ സ്വസ്ഥമായി ജീവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സ് ചെറുതാകും, നമ്മുടെ കനം കുറയും. നാളെ പരലോകത്താണ് ജീവിതം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ വാക്കിൽ നിന്ന് നല്ലതേ വരൂ. അങ്ങനെയുള്ള നല്ലൊരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ആ കത്തിയാളം നരകത്തിൽ നിന്നും അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഉന്നതമായ സ്വർഗത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രബോധന രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് നീക്കിത്തന്ന് ഈ രംഗത്ത് ശക്തമായി മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين. السلام عليكم ورحمة الله.